എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാവിലെ തന്നെ എക്സസൈസോ ഇത് കഴിഞ്ഞില്ലേന്ന് വിചാരിക്കല്ലേ എല്ലാവരും. അപ്പം ഇത് രാവിലെ എണീറ്റപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒഴിവ് ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും കല്യാണത്തിന് പോകാനുണ്ട്. പക്ഷെ ഞാൻ പോയില്ല കേട്ടോ കല്യാണത്തിന്. അപ്പം വലിയ തിരക്കൊന്നുമില്ലാതെയാണ് ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്തിട്ട് ഞാൻ വേഗം എന്താ ചെയ്തത് വെച്ചാൽ കുളിക്കാൻ പോവാണ് കേട്ടോ ചെയ്തത്. അപ്പം നല്ല മഴ, എന്താ മഴ എന്നാ ഇത്. ഇന്നലെ വെച്ചാൽ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ചോർന്നില്ല എന്ന് പറയാം. എങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ആ തണുപ്പത്ത് പതുക്കെ കുറച്ചൊക്കെ നോക്കി, ഇന്ന് മഴയൊക്കെ ചോരുന്നൊന്നും കാണുന്നില്ല. അപ്പോൾ പതുക്കെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുളിക്കാൻ പോയിട്ടോ. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പൂജാമുറിയൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. പൂജാമുറിയൊക്കെ ഒന്ന് തുടച്ചു. അത് ചൂലൊന്നും ഉപയോഗിച്ച് തുടക്കില്ല, ഇങ്ങനെ ചപ്പ പിഴിഞ്ഞിട്ട് അങ്ങനെ തുടക്കുകയുള്ളൂ കേട്ടോ. പൂജാമുറിയിൽ ഞാൻ ചൂലൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ വെച്ചാൽ അതൊക്കെ ഒന്ന് തുടച്ചു. ചന്ദനത്തിരീൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ വീണ് കിടക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്ന് തുടച്ചു. അപ്പം രാവിലെ തന്നെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചാൽ നമുക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷമല്ലേ. കുറച്ച് നേരം നാമം ചോദിക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ ഇന്നൊക്കെ സാധാരണ കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യുക. ഇപ്പം ഒരു തിരക്കും ഇല്ലല്ലോ, ആർക്കും എവിടെയും പോകണ്ട, ചോറ് വെക്കണ്ട, കല്യാണത്തിന് പോകുന്നതാണ്. അച്ഛനും മോനും കൂടെ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ തിരക്കൊന്നുമില്ല, ഒക്കെ റിലാക്സ് ചെയ്ത് പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അങ്ങനെ ജപിച്ചു. കുറച്ച് നേരം നാമൊക്കെ ജപിച്ചു. പറഞ്ഞ ഒരു സുഖം, എന്താ പറയുക, ഒരു നല്ലൊരു സുഖമാണ് രാവിലെ തന്നെ. ആ കുളിയും വിളക്ക് കത്തിക്കലും നാമം ജപവും ഒക്കെ നല്ല, നമുക്കെന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാതെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവും അല്ലേ. ആ ചന്ദനത്തിരീൻ്റെ മണം രാവിലെ എണീറ്റ് വരുന്നവർക്ക് സുഖം തന്നെയാണ്. ചന്ദനത്തിരീൻ്റെ മണമൊക്കെ ഇങ്ങനെ അടിച്ച് ആ വിളക്കെല്ലാം കാണുമ്പോൾ എണീറ്റ് വരുന്നവർക്കും സുഖമാണ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും സുഖമാണ്, ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ജപിച്ചു കേട്ടോ. പിന്നെ പതുക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജപമൊക്കെ കഴിഞ്ഞ് പതുക്കെ അവിടെ നിന്ന് എണീറ്റ് പതുക്കെ ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് വരിക കേട്ടോ. അടുക്കളയിൽ വന്നാൽ സാധാ പോലെ ചൂടുവെള്ളം എന്ത് ചെയ്തു, ഒന്ന് ചൂടാക്കി അത് വെച്ച വെള്ളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാത്രങ്ങൾ എടുത്ത് വെക്കലാണ് അടുത്ത ജോലി. തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കും. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ. അത് ദിവസമുള്ളൊരു പണി തന്നെയാണ് കേട്ടോ. ആദ്യം എണീറ്റ് വരിക, വെള്ളം ചൂടാക്കുക, പിന്നെ ഇതാണ് ആദ്യത്തെ എൻ്റെ പണി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ചായക്ക് മോനേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മോനേട്ടന് ചായ പല്ലൊക്കെ തേച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചായ വെക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഇന്ന് ചെറുപയറും കായും കൂടിയാണ് കറി കൂട്ടാൻ വെക്കുന്നത്. പുട്ടുമായിരുന്നു. അപ്പോൾ ഞാനത് നുറുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചായ അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ പറയാം, അവൻ്റെ മുഖം കാണിക്കണോ. ഞാൻ പറയാം എന്താ കാണിക്കുന്നതിന്, എന്താ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ട് അപ്പോഴേക്ക് ചായയായി. അപ്പോൾ ചായ ആകുമ്പോൾ അവൻ ഭയങ്കര പാട്ട് പാടുക കേട്ടോ. പാട്ട് പാടി അച്ഛന് കൊണ്ടു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ഇതിൻ്റെ പാരഡി പോലെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മോനായിട്ട് അകത്തേക്ക് വരും. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അപ്പം വരാണ്ടിരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അകത്ത് ഇരിക്കുക. പിന്നെ ഒരൊറ്റ ഗ്ലാസ് ചായയേ വേണ്ടു കേട്ടോ. മോനേട്ടനെ മാത്രം, മോൻ കുടിക്കില്ല, ഞാനും ചായ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഗ്ലാസ് ചായ മാത്രം വെക്കും. പിന്നെ അങ്ങനെ മോനേട്ടൻ അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കുന്നില്ല. രാവിലെ എന്തായാലും ഒരു ചായ എന്നുള്ള ഒരു എന്തേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ആ ചായ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക കേട്ടോ. അപ്പം ഒക്കെ മോൻ അങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അച്ഛന് ചായ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ അവിടെ നിന്ന് പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് മ്യൂട്ടാക്കൂല, അല്ലാതെ തന്നെ കേൾപ്പിക്കുന്ന ഉറപ്പം വേണ്ട പറയും കേട്ടോ. അത് കഴിഞ്ഞ് അവൻ പല്ല് തേക്കാൻ പോയത്. അപ്പോൾ ഞാൻ പതുക്കെ പോയി നോക്കിയപ്പോൾ നല്ല മഴയാണ്. ആ മഴയത്ത് കളിക്കുക. ഞാനതൊന്ന് വീഡിയോ എടുത്ത് കണ്ടപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ഓടി. എന്ത് മഴ അറിയാം, നല്ല മഴ ഉണ്ട്. കാണുമ്പോൾ തോന്നില്ല എന്നേ ഉള്ളൂ. ആകെ തലയൊക്കെ നനഞ്ഞു അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കഷ്ണം നോക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, മോൻ കുളിക്ക്, തല നനഞ്ഞതല്ലേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് പരിപാടി. ഇപ്പോൾ സ്കൂളിൽ പോകണം അങ്ങനത്തെ ടെൻഷനൊന്നുമില്ലല്ലോ, പരീക്ഷേൻ്റെ ടെൻഷനില്ല, ഒന്നുമില്ല. എന്നാലും രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനിത് കൂട്ടാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് കൂട്ടാൻ അടുപ്പത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടിന് കുഴയ്ക്കാനും തുടങ്ങും കേട്ടോ. വേഗമാവുന്ന കറിയാണല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരവ് ഉണ്ടായി. പുട്ടിന് കുഴയ്ക്കല, തേങ്ങ ചിരവി. അപ്പോൾ ഞാൻ മറന്നുപോയി. ഇന്നലെ വൈകുന്നേരം ചിരവി വെക്കണം. അപ്പോൾ രാവിലെ ഒരു എളുപ്പമാണല്ലോ ഈ തേങ്ങ ചിരവി രാത്രി വെച്ചാൽ. അത് ഞാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഇന്നലെ സ്കൂളിൽ പോയൊക്കെ വന്ന് അങ്ങനെ ഓരോ വർത്തമാനമൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഉണ്ട്. അപ്പോഴേക്ക് കറിയായി കേട്ടോ. തേങ്ങയൊക്കെ ചിരവി കഴിഞ്ഞ് വേഗം അരച്ചു, കൂട്ടാൻ സെറ്റായേ.
അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുട്ടിന് കുഴയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ അരി കൊണ്ടുള്ള പുട്ടിനാണ് കുഴയ്ക്കുന്നത്. അച്ഛനും മോനും അരിപ്പുട്ടും എനിക്ക് മുത്താറി പുട്ടും. അപ്പോൾ ഞാൻ അത് വേഗം അരിൻ്റെ പുട്ടൊക്കെ ഒന്ന് കുഴച്ചു. അത് പിന്നെ പുട്ടുകുറ്റിയിൽ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അരിക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. കുഴച്ചിട്ട് അങ്ങനെ വെച്ചു. പിന്നെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ, ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. മൂടരിയൊക്കെ കിട്ടുമല്ലോ, റേഷൻ കടയിൽ നിന്നും കിട്ടും അരി. പിന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മോനരി. അപ്പോൾ ഒക്കെ അരി ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവും. അത്രയാണ് ഊണ് ഭക്ഷണം ചോറാരും അധികം കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിപ്പിച്ചിട്ട് പുട്ടിനാക്കി വെച്ചതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടുമായിരിക്കും. അപ്പം അതൊക്കെ പൊടിപ്പിച്ച് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കുഴച്ച്, അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചൊക്കെ വെക്കും. അപ്പം നല്ല സോഫ്റ്റും ആയിരിക്കും പുട്ടിനെ. അപ്പം അത് ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണേ. പുട്ടായി കഴിഞ്ഞപ്പോൾ ഇനി മോൻ്റെ ഒരു വികൃതി കണ്ടോളൂ കേട്ടോ. ആ പുട്ട് നല്ല സോഫ്റ്റാണ്, ആവി പറക്കുന്ന പുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് ആ പുട്ട് അവൻ പൊടിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞത് നിനക്ക് തരുന്ന പറഞ്ഞപ്പോൾ അവൻ പറയും ഇല്ല അത് അച്ഛന് കൊടുത്തോളൂന്ന്. പിന്നെ ഇതെനിക്ക് മുത്താറി പുട്ടിന് വേണ്ടിയിട്ട് പൊടി നനച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ആ പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചു. അത് മോൻ കുളിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കളിക്കുകയാണേ. അവനോട് പറഞ്ഞാൽ കേൾക്കുന്നില്ല. കുറച്ച് നേരമായി തല നനഞ്ഞിട്ട്. അപ്പോൾ കുളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ദേഷ്യം പിടിച്ചിട്ടാണേ പറയുന്നത് അവനോട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അവൻ ആ ഭാഗത്ത് ഇരുന്നിട്ട് അങ്ങനെ ഓരോ കളി കളിക്കും കുളിക്കാൻ പോവാതെ. പിന്നെ കുറച്ച് കണ്ടില്ലേ കൈ പൊക്കിയിട്ടൊക്കെ അങ്ങനെ കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ കുളിക്കാൻ പോവുകയും ചെയ്തു. അപ്പോഴേക്ക് അവൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കഴിച്ചു കേട്ടോ. ഇതെനിക്കുള്ളതാണ്, മുത്താറിപ്പുട്ടും കറിയാണ് ഞാൻ എടുത്തത്. അവർ അരിപ്പൊട്ടും. പിന്നെ ചായയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ക്ലീനായി, അടുക്കള മൊത്തം ക്ലീനാക്കി വെച്ചു. ഇനി ചോറിൻ്റെ പരിപാടി ഇല്ലല്ലോ. പിന്നെ അവനും ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ചെരുപ്പൊക്കെ കഴുകി വെക്കും, സ്കൂളിൽ നിന്നൊക്കെ ഇപ്പോൾ നീ സ്കൂളിൽ 10 ദിവസം പോകണ്ടല്ലോ, അപ്പോൾ ചെരുപ്പൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ അവനതൊക്കെ വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനിടയിൽ ഞാൻ അലക്കാൻ പോയിട്ടോ. ആ മഴയത്ത് ഞാൻ പോയി അലക്കിയിട്ടു. പിന്നെ ഇന്നലെ ഞാൻ സെറ്റ് സാരി എടുത്തിട്ടായിരുന്നു പോയത് സ്കൂളിൽ. അതും പിന്നെ മോൻ്റെ മുണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ നനഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അടിച്ചു വാരി തുടച്ച ശേഷം ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരെന്തായി പുറപ്പെട്ടിട്ട് കല്യാണത്തിന് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമല്ലേ, ഞാൻ പിന്നെ ഒരു ഓട്സിൻ്റെ ഒരു ഉപ്മാവ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കി ഞാനൊരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിച്ചു കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.